നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ആരാധകരെ സംബന്ധിച്ച് വലിയ ആഘോഷമാണ്. ഏറ്റവും അടുത്ത ഉദാഹരണം എന്ന് പറയുന്നത് പുലിമുരുകനും തോപ്പിൽ ജോപ്പനും തമ്മിൽ നടന്നതാണ് കഴിഞ്ഞ നവമിക്ക്. പ്രേക്ഷകർ വലിയ ആവേശത്തോടെയാണ് ഈ പോരാട്ടത്തെ ഏറ്റെടുത്തത്. ഈ യുദ്ധത്തിൽ ജയിച്ചതാകട്ടെ പുലിമുരുകനും മോഹൻലാലും. ഇനി യുവതാരങ്ങളുടെ ഊഴമാണ്. വിശ്വാഘോഷത്തിന്റെ ഭാഗമായി ഒരുപാട് ചിത്രങ്ങൾ ഏപ്രിൽ മാസത്തിൽ റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് നിവിൻ പോളിയും ഫഹദ് ഫാസിലും ദുൽഖർ സൽമാനുമുള്ള പോരാട്ടമായിരിക്കും വിഷുവിന് നടക്കുക എന്നാണ്. വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി മൂവരും എത്തുകയാണ് വിഷുവിന്. ഏതൊക്കെയാണ് ചിത്രങ്ങളെന്ന് നോക്കാം. നിവിൻ പോളിയെ നായകനാക്കി സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സഖാവ്. ഇടതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ തന്നെ ഏറെ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റിയിരുന്നു. ഗായത്രി സുരേഷും ഐശ്വര്യ രാജേഷുമാണ് ചിത്രത്തിലെ നായികമാർ. ഇനി ദുൽഖറിന്റെ CIA ആണ് അടുത്തത്. ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ ദുൽഖറിന്റെ കോംറേഡ് ഇൻ അമേരിക്ക എന്ന ചിത്രത്തിനായി കാത്തിരിക്കുന്നത്. സംവിധായകൻ മറ്റാരുമല്ല, അമൽ നീരദാണ്. പുതുമുഖം കാർത്തിക മുരളിയാണ് ചിത്രത്തിലെ നായിക. ഈ സിനിമയും കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലാണെന്ന പ്രത്യേകതയുമുണ്ട്. നമുക്കറിയാം, മെക്സിക്കൻ അപാരത ഇപ്പോൾ റിലീസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിന് പിന്നാലെയാണ് സഖാവും CIA ഒക്കെ എത്തുന്നത്. അപ്പോൾ എത്തരത്തിലായിരിക്കും ഈ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണം എന്നറിയാനായി ആരാധകരെല്ലാം ഒരുപോലെ കാത്തിരിക്കുകയാണ്. ഇനി ഫഹദ് ഫാസിലിന്റെ ചിത്രത്തിലേക്ക് വരാം. റോൾ മോഡലാണ് ഫഹദിന്റെ വിഷുവിന് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം. 2016 റിലീസ് ചെയ്ത മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിന് ശേഷം ഫഹദ് അഭിനയിക്കുന്ന ചിത്രമാണ് റോൾ മോഡൽ. റാഫിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. നമിത പ്രബോധാണ് ചിത്രത്തിലെ നായിക. അപ്പോൾ വിഷുവിന് ആരാധകർ കാത്തിരിക്കുന്നത് മലയാളത്തിലെ ഈ യുവതാരങ്ങൾ തമ്മിലുള്ള പോരാട്ടം കാണാനായിരിക്കും. ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിന് വേണ്ടി നിവിനും ദുൽഖറും ഫഹദും നേരത്തെ ഒന്നിച്ചിട്ടുണ്ട്. മൂവരും തമ്മിലുള്ള പോരാട്ടം എങ്ങനെയായിരിക്കും, ആരായിരിക്കും ഈ പോരാട്ടത്തിൽ വിജയിക്കുക എന്നൊക്കെ അറിയാനായി കാത്തിരിക്കുക വിഷു വരെ. പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.